ഡെലിവറി നിർത്തിയ ആൾക്ക് ഒരു കുട്ടിയും കൂടെ വേണമെങ്കിൽ 2 ഓപ്ഷൻസാണ് ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് IVF-ലേക്ക് പോകാം, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. പിന്നെ ദർ ഇസ് എ പ്രൊസീജിയർ കോൾ ട്യൂബൽ റീകാനലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിച്ച് വെച്ച ട്യൂബിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. പക്ഷേ അത് ചെയ്യാൻ നമുക്ക് ലാപ്രോസ്കോപ്പിക്കലിയും പറ്റും, വയറ് തുറന്നും പറ്റും. അങ്ങനെ ചെയ്താൽ ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, ചിലപ്പം അതിൽ ട്യൂബൽ പ്രഗ്നൻസി വരാം. എല്ലാവരും ഗർഭം ധരിക്കുന്ന ട്യൂബിൻ്റെ അകത്താണ്. അത് നീങ്ങി 3-ാം ദിവസമാണ് യൂട്രസിലേക്ക് വരുന്നത്. ചിലപ്പം ഒന്നീ ട്യൂബിൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ആ ഭ്രൂണത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് അത് അവിടെ തന്നെ സ്റ്റക്ക് ആവും. എവിടെ വേണേലും നമുക്ക് പ്രഗ്നൻ്റ് ആവാം. യൂട്രസിൻ്റെ അകത്താണെങ്കിൽ മാത്രമേ നോർമൽ ആയിരിക്കത്തുള്ളൂ. അത് ട്യൂബിലാണെങ്കിൽ അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും, അത് സെർവിക്സിനാണെങ്കിൽ സെർവൈക്കൽ പ്രഗ്നൻസി എന്ന് പറയും, സിസേറിയൻ സൈറ്റിലാണെങ്കിൽ അതിന് സ്കാർ പ്രഗ്നൻസി എന്ന് പറയും. So this is the important thing that should be remembered. പക്ഷേ ഡെഫിനറ്റ്ലി ട്യൂബ് റീകാനലൈസ് ചെയ്താൽ ഒരു ഡെലിവറി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും.